അസല ചോദ്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷം എന്ന് പറയുന്നത് മൂന്നുമാണ്. സ്പിരിച്വലാണ്, ഓക്കെ, മാത്തമാറ്റിക്കലാണ്, കൾച്ചറലാണ്. ഓക്കെ. ഇത് അതിൻ്റെ ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത് ഗണിതമാണ്. ചലനത്തിനെ മനസ്സിലാക്കാൻ അത് കണക്കിനെ ഉപയോഗിക്കണം. ഏത് ചലനം? ഗോളങ്ങളുടെ ചലനം. അതിൻ്റെ ഇൻഫ്ലുവൻസുകൾ എത്രമാത്രം, അതിൻ്റെ വാരിയിങ് ഡിഗ്രി, എത്ര പെർസെൻറ്റേജ് ഓഫ് രശ്മിയാണ് ശനിയുടെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇന്ന ഗ്രഹത്തിൻ്റെ കിട്ടുന്നത്, അത് അതിൻ്റെ ടൂൾസ്, അതിൻ്റെ കാഴ്ചപ്പാടിൽ അത് കൃത്യമായിട്ട് സെലസ്റ്റിയൽ ഓബ്ജക്റ്റുകളും ഭൂമിയിലെ ലൈഫും തമ്മിലുള്ള ബന്ധത്തിനെ മാത്തമാറ്റിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യണം, മാത്തമാറ്റിക്കലി മെഷർ ചെയ്യണം, മാത്തമാറ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ഗണിതമാണ്, മാത്സ് ആണ്. ഇനി അതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയാണ് വരണത്? വ്യക്തിയുടെ ജീവിതത്തിൽ, സമൂഹത്തിൻ്റെ നീക്കുപോക്കുകളിൽ, ചരിത്രത്തിൽ ഒക്കെ, ഉത്സവങ്ങളായിട്ടും ചടങ്ങുകളായിട്ടും അല്ലേ, വിവാഹം, എന്തുമായിട്ട്. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ മുഹൂർത്തം നോക്കുന്നുണ്ട്. നമ്മൾ പറയാം അത് നമ്മുടെ ഒരു പേഴ്സണൽ അഫെയറാണ്. ഒരു വലിയ കോടീശ്വരൻ്റെ മകൻ്റെ മകളുടെ കല്യാണം നടക്കുമ്പോൾ ലോകം മുഴുവൻ അതറിയണു, ആൾക്കാർ മുഴുവൻ പോകുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ ആണെങ്കിലും സമൂഹം മുഴുവൻ പങ്കെടുക്കണം. അപ്പോൾ ഈവൻ ഈ ജ്യോതിഷം കൊണ്ട് നിർണ്ണയിക്കുന്ന സമയം പല കോണ്ടെക്സ്റ്റുകളിലും പല തരത്തിൽ പലവരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്.